ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡാൻഡൻ എന്ന ജാപ്പനീസ് അനിമി ടി.വി സീരീസിന്റെ സീസൺ 1 10ാമത്തെ എപ്പിസോഡാണ്. ഇനി 2 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ സീസൺ 1 അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് അനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോട്ട് സമയങ്ങളെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ അയാസ് പഠിക്കുന്ന സ്കൂളിലെ നഴ്സിനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് സ്കൂളിൽ വെച്ച് നടന്ന ആ സംഭവത്തിന് പിന്നിൽ കുരുത്തം കേട്ട ഏതെങ്കിലും പിള്ളേരാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല എന്ന് അയാസ് അവരോട് പറയുന്നുണ്ടെങ്കിലും അത് അവർ വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് ഒരാൾ അങ്ങോട്ട് വരുന്നത്. ഹേയ് ടീച്ചർ, നിങ്ങളെ പ്രിൻസിപ്പൽ വിളിക്കുന്നുണ്ട്. ഹേയ്, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഡോർ തുറക്കുന്ന സമയത്ത് ആദ്യം 2 പ്രാവശ്യം അതിലൊന്ന് മുട്ടി നോക്കണം. ഇത്ര പ്രായമായിട്ടും അത് തനിക്ക് അറിയില്ലേ എന്നാ ടീച്ചർ അവരോട് ചോദിക്കുന്നു. ശരി, ഞാൻ വരുന്നവരെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞ ടീച്ചർ അവിടെ നിന്നും പോകുന്നു. എന്നാൽ സ്കൂളിലെ പിള്ളേരെല്ലാം തങ്ങളുടെ എല്ലാം കണ്ടെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കരയുവാണ് അയാസയും അയറയും. എത്രയൊക്കെ അടിച്ചോടിച്ചിട്ടും ഈ ഏലിയൻസ് എന്താ നമ്മളെ വിട്ടു പോകാത്തെ? വരുന്നവർക്കൊക്കെ നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് ആവശ്യം. ഇല്ല, അത് മാത്രമല്ല അവരുടെ ലക്ഷ്യം. ഇപ്രാവശ്യം അവർ വന്നത് ടെർബോ ഗ്രാനിയുടെ ആ പവർ എടുത്തുകൊണ്ടു പോകാനാ. ഐറയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതും അവളുടെ ഉള്ളിൽ ആ പവറിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്രാവശ്യം ഐറ നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. ഹേയ്, അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഐറയുടെ പവർ ആണ് ആവശ്യമെങ്കിൽ അവളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്താ പോരെ? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. അവരുടെ കയ്യിൽ ഇത്രയധികം ടെക്നോളജി ഉണ്ടായിട്ടും അവർ നമ്മളുടെ ഭൂമിയെ അറ്റാക്ക് ചെയ്തില്ല. നമ്മളെ ഇല്ലാതാക്കാൻ ഒരുപാട് മാർഗം ഉണ്ടായിട്ടും അവർ എന്തുകൊണ്ട് അത് ചെയ്തില്ലെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായതാ. കാരണം നമുക്ക് ചുറ്റും ഒരുപാട് യോക്കായി മോൺസ്റ്റേഴ്സ് ഉണ്ട്. ജപ്പാനിൽ മാത്രമല്ല, ലോകത്തിന്റെ ഓരോ മൂലയിലും ആ മോൺസ്റ്റേഴ്സ് ഉണ്ട്. ആ മോൺസ്റ്റേഴ്സ് ആണ് ഈ ലോകത്തിനെ ഏലിയൻസിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നത്. അവരുടെ കയ്യിൽ എത്ര വലിയ ടെക്നോളജി ഉണ്ടെങ്കിലും യോക്കായി മോൺസ്റ്റേഴ്സിനെ തൊടാൻ പോലും അവരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ആ മോൺസ്റ്റേഴ്സിന്റെ പവേഴ്സ് ഉള്ള മനുഷ്യരെ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മളെ ഉപയോഗിച്ച് യോക്കായി മോൺസ്റ്റേഴ്സിനെ ഇല്ലാതാക്കാൻ ഒരു പുതിയ ടെക്നോളജി തന്നെ അവർ ക്രിയേറ്റ് ചെയ്യും. ഒരു പക്ഷേ കാണാതെ പോയ ഇന്ത്യ ബോൾ അത് ആ ഏലിയൻസിന്റെ കയ്യിലായിരിക്കും. എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ അതിലെ ടെക്നോളജി ഉപയോഗിച്ച് അവർ ഈ ലോകത്തെ നശിപ്പിക്കും. ഡേയ്, നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നേ? ഹേയ് ഓക്കറോ, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കയ്യിൽ നിന്നും നിന്റെ ബോൾസ് എടുത്ത് ഞാൻ ഈ ലോകത്തെ രക്ഷിക്കും. ഓ, ഇപ്പൊ അത് മാത്രമല്ലല്ലോ ഇവിടെ പ്രശ്നം. സ്കൂളിലെ മറ്റു സ്റ്റുഡൻസിന്റെ മുഖത്ത് നമ്മൾ ഇനി എങ്ങനെ നോക്കും? ഡേയ്, ഞാൻ അതൊന്നും മറന്നു വരുമായിരുന്നു. നീ വീണ്ടും എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? ഇനി മറ്റുള്ളവർ ചോദിക്കുമ്പോ എന്റെ ഡ്രസ് അയച്ചത് അയാസയാണെന്ന് പറഞ്ഞാലോ? അല്ല, നീ തന്നെയല്ലേ എന്നോട് അത് അയക്കാൻ പറഞ്ഞേ. ഓ, നീ എന്തെങ്കിലും ചെയ്. ഓക്കറൂൺ, നീയും അത് തന്നെ പറഞ്ഞോ? അപ്പോഴാണ് ഐറയുടെ 2 ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നത്. ഹേയ് അയാസേ, നീയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ അവളെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ഹേയ് അയാസേ, നീ എന്ത് പണിയാ കാണിച്ചേ? ഇനി എല്ലാവരും നിന്നെ മോശമായി കാണില്ലേ? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. ലഞ്ച് ബ്രേക്കിൽ നിനക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നീയും അവളും എന്താ അവിടെ കാണിച്ചേ? സോ അന്ന് അവിടെ നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം വിശദമായി ഓക്കറൂൺ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഓ, അങ്ങനെയെങ്കിൽ നീ ഒറ്റയ്ക്ക് അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നേ? അത് പിന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഇനിയും സ്ട്രോങ് ആവണമെന്ന് വിചാരിച്ചു. അത് ശരി, അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണോ നീ എന്റെ അടുത്തൊന്നും മറച്ചു വെച്ചേ? അത് പിന്നെ നിന്നോട് പറയാതെ വർക്കൗട്ട് ചെയ്ത് സ്ട്രോങ് ആയി നിന്നെ സർപ്രൈസ് ചെയ്യണമെന്ന് വിചാരിച്ചു. എല്ലാ ബോയ്സും ചിന്തിക്കുന്നത് പോലെ സ്ട്രോങ് ആയി വന്ന് പ്രശ്നങ്ങളിൽ നിന്നും നിന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ഓ, അപ്പൊ ഇതാണല്ലേ കാര്യം. പക്ഷെ നീ സ്ട്രോങ് ആണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എന്താ? അത് പിന്നെ എല്ലാ ബോയ്സിനും അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഓ, ഒരുപാട് മസിലൊക്കെ ഉണ്ടെങ്കിലേ ഗേൾസിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുമെന്ന് നീ വിചാരിച്ചോ? ശരി ശരി, വിട്ടേക്ക്. പിന്നെ നിന്നെ പറ്റി മോശമായിട്ട് ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞ് ഓക്കറൂൺ അവിടെ നിന്നും പോകുന്നു. ഹേയ് ഓക്കറൂൺ, തിരിഞ്ഞു നോക്കി അവൻ കാണുന്നത് എന്തോ പറയാൻ വേണ്ടി വരുന്ന അയാസയാണ്. 2 പേരും അങ്ങനെ തന്നെ കണ്ണും നോക്കി നിൽക്കുന്നു. പെട്ടെന്നാണ് അവളുടെ ഫ്രണ്ട്സ് അങ്ങോട്ട് കയറി വരുന്നത്. ഓ, നിങ്ങൾ 2 പേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? പുറത്തു നടന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ ഇവൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലെന്ന് നീ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ അടുത്തു നിന്നും നീ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? നടക്കേണ്ടതെല്ലാം നടന്നു കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട എന്ന് അയാസ് അവരോട് പറയുന്നു. ഇല്ല, ഞാനെല്ലാം കണ്ടുപിടിച്ചു. ക്ലാസ് ഡിയിൽ ഐറ എന്നൊരു പെൺകുട്ടിയുണ്ട്. നിങ്ങൾക്ക് അവളെ അറിയില്ലേ? ആ, അറിയാം. അതിനിപ്പോ എന്താ? എല്ലാവരും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ക്ലാസ് ഡിയിലെ ഐറ അപ്പോ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സോ എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾ 3 പേരും ഇഷ്ടത്തിലാണ്. നിങ്ങൾ 2 പേരും ഇഷ്ടപ്പെടുന്നത് ഇവനെയാണ്. ഇവന് വേണ്ടി നിങ്ങൾ 2 പേരും ഫൈറ്റ് ചെയ്യുന്നു. ലാബിൽ വെച്ച് മോമോ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? സ്കൂളിൽ പവർ കട്ട് വരുമ്പോൾ മാൻഡി സിംബിനെ പോലെ അവളുടെ മോന്തയ്ക്കൊന്ന് കൊടുക്കണം. സോ സത്യം പറ, നിനക്ക് അവളോട് അസൂയയല്ലേ? ഇതിനെല്ലാം നീയാണ് കാരണം എന്ന് പറഞ്ഞ് ഓക്കറൂൺ നേരെ നോക്കുന്നു. ഇതേ സമയം ഐറയുടെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം ഇതിനാരാണ് കാരണമെന്ന് ചോദിക്കുന്നു. പക്ഷെ ആരുടെ പേരും പറയാതെ അവൾ എങ്ങനെയൊക്കെയോ വിഷയം മാറ്റാൻ ശ്രമിക്കുന്നു. എനിക്കറിയാം ഇതിനെല്ലാം കാരണം ആ മോമോയാ. നിന്റെ സൗന്ദര്യം കാരണം അവൾക്ക് നിന്നോട് അസൂയ.
അന്നിവളുടെ തലയിലോട്ട് ആ പാത്രം ഇട്ടതും അവള് തന്നെയാ എന്നൊരു പെൺകുട്ടി പറയുന്നു. അതെ, ശരിക്കും അവൾക്ക് ഇവളോട് അസൂയ. ആ മോമോനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അവർ പറയുന്നു. പക്ഷെ അയാസയെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് അയറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളെക്കുറിച്ച് റൂമർ പരത്തിയത് ഞാനാണ്. എല്ലാ തെറ്റും എന്റെ ഭാഗത്താണ്. അവളെക്കുറിച്ച് നിങ്ങളൊന്നും പറയരുത് എന്ന ഇത് കേട്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. പക്ഷെ പിന്നീടാണ് അയർ ആ കാര്യം ആലോചിക്കുന്നത്. അവളിപ്പോ അവളുടെ വില തന്നെയല്ലേ കളഞ്ഞ്. ഇതിന്റെ കുറ്റബോധത്തിൽ അവളുണ്ടായിരുന്ന ബെഞ്ചിൽ തലയിടിച്ചുകൊണ്ടിരിക്കുകയാണ് അയറ. ഏയ്, നീ എന്ത് ചെയ്യുന്നേ എന്ന് ചോദിച്ച് അയാസ അങ്ങോട്ട് വരുന്നു. നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ടേ. മറ്റുള്ളവർ ചോദിച്ചപ്പോ നീ എന്താ അവരോട് പറഞ്ഞ്? എന്ത് പറയാൻ, നീയാ ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞു. ഓ, പക്ഷെ നീ അങ്ങനെ പറഞ്ഞു എന്നല്ലല്ലോ എനിക്ക് തോന്നുന്നേ. എനിക്ക് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോ. ഈ സ്കൂളിലെ എന്റെ ഏറ്റവും വലിയ എതിരാളി നീ മാത്രമാണ്. അവൾ അവിടുന്ന് എഴുന്നേക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരാൾ വരുന്നത്. എന്റെ വീട്ടിലോട്ട് ഞാൻ വെറും കൈയോടെ ഒരിക്കലും പോകില്ല. എന്റെ ഫാമിലിയെ രക്ഷിക്കാൻ തീർച്ചയായിട്ടും എനിക്ക് പണം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ ബോക്സിംഗ് ഏലിയൻ അങ്ങോട്ട് വരുന്നു. ഇത് കണ്ട് ഇവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതിപ്പോ ഇവരെ അറ്റാക്ക് ചെയ്യോടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ദേ കടകട ചട്ടിയും. അപ്പോഴാണ് താഴെ കിടക്കുന്ന ആ ഏലിയൻ എന്തോ ഒരു കാര്യം ആലോചിക്കുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഐ ആം സോറി ചിക്കി ചീറ്റ. പെട്ടെന്നാണ് അവൻ കണ്ണു തുറക്കുന്നത്. ഇപ്പൊ അവനിരിക്കുന്നത് അയാസയുടെ വീട്ടിലാണ്. ഇവൻ ബാൻഡേജ് ചുറ്റിയിരിക്കുന്ന ഏലിയനെ കണ്ണു തുറന്ന് നോക്കാൻ പറയുവാണ് അയാസെ. ഹേയ്, ഇത് ഏലിയനൊന്നുമല്ല, ഇതൊരു കപ്പയാ. സോ കപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തെ ജാപ്പനീസ് നാടോടി കഥയിലെ ഒരു മിത്ത് രൂപമാണ്. ഏകദേശം മറ്റ് ജീവികൾ മനുഷ്യരുമായി മ്യൂട്ടേറ്റഡ് ആയതുപോലെ. പെട്ടെന്നാണ് ആ ഏലിയൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുന്നത്. ഹേയ്, അനങ്ങാതെ അവിടെ തന്നെ നിൽക്ക. നീ അനങ്ങിയാൽ എന്റെ മുത്തശ്ശി നിന്നെ ഇല്ലാതാക്കും. അപ്പോഴാണ് ആ ഏലിയൻ അവന് കഴിക്കാൻ കൊടുത്ത ഫുഡ് കാണുന്നത്. നീ എന്താ കഴിക്കാന്ന് ഞങ്ങൾക്കറിയില്ല. ദയവ് ചെയ്ത് ഇത് വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന ഇത് കണ്ട് ആ ഏലിയൻ അവിടെ നിന്ന് കരയുന്നു. ഇതുവരെ എനിക്ക് വേണ്ടി ആരും ഇതുപോലെ ഫുഡ് വിളമ്പിയിട്ടില്ല. എനിക്ക് പരിക്ക് പറ്റിയത് കണ്ട് നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ ഒരിക്കലും ഇനി നിങ്ങളെ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറയുവാണ് ഏലിയൻ. അങ്ങനെ ആ ഏലിയൻ അവന്റെ കഥകളെല്ലാം പറയുന്നു. എന്റെ മകന്റെ ശരീരം ശരിയല്ല. അവന്റെ ബ്ലഡ് എല്ലാം അവന്റെ ശരീരത്തിൽ നിന്നും പൊക്കോണ്ടേയിരിക്കുവാണ്. എല്ലാ ദിവസവും അവന് ബ്ലഡ് കൊടുത്തില്ലെങ്കിൽ അവൻ മരിച്ചു പോകും. എന്റെ ഭാര്യയും അതേ അസുഖം ബാധിച്ച് കിടപ്പിലാണ്. അവരെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ എനിക്ക് ബിസ് വേണം. എന്ത് കേട്ടില്ല? നിങ്ങൾ അതിനെ പണം എന്നൊക്കെയാണ് പറയുന്നത്. അവരെ രണ്ടുപേരെയും സുഖപ്പെടുത്താൻ എനിക്ക് പണം ആവശ്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അവർക്ക് വേണ്ടത്ര പണം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ടാ മറ്റുള്ളവർക്ക് വേണ്ടി ബോഡി ഗാർഡായി ജോലി ചെയ്ത് പണം ഉണ്ടാക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. എന്റെ നാട്ടിലെ എല്ലാവരും അതുപോലെയുള്ള ജോലികൾ ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷേ ഞാൻ അവരുടെ അത്രയും സ്ട്രോങ് ആയിരുന്നില്ല. എന്നെ പോലെ വീക്കായിട്ടുള്ള ഒരുത്തന് ഒരു സ്ഥലത്തും ജോലി കിട്ടില്ല. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ തന്നെ അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മിഷൻ ആയിരിക്കും. ജോലിയില്ലാത്തത് കൊണ്ട് പണം സമ്പാദിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ടാ എന്റെ ഭാര്യ എന്നെ വിട്ടു പോയത്. അവളുടെ മരണത്തിന് ഞാനാണ് കാരണം. ഇപ്പോഴാ എന്റെ മകനും അതേ അസുഖം ബാധിച്ചിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സോ അതിന്റെ സങ്കടം കേട്ട് എല്ലാവരും അതിനെ തന്നെ നോക്കുന്നു. ഹേയ്, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ ധൈര്യമായിട്ട് ചോദിച്ചോ. എന്റെ ബനാന വിറ്റാൽ നിനക്ക് പണം കിട്ടുമെങ്കിൽ അത് തരാനും ഞാൻ തയ്യാറാണ്. ഹേയ്, അത് കൊടുത്താ നീ പിന്നെ അത് എവിടെ നിന്ന് തിരിച്ചു മേടിക്കും? അവന്റെ മകന്റെ അസുഖം മാറാൻ എല്ലാ ദിവസവും ബ്ലഡ് കൊടുക്കണം. നിന്റെ ബനാന ഉപയോഗിച്ച് കുറച്ചു ദിവസം മാത്രം സർവൈവ് ചെയ്യാനേ അവനെ കൊണ്ട് സാധിക്കൂ. സോ അവനിപ്പോ വേണ്ടത് സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയാണ്. ഹേയ്, അവർക്ക് ജോലി കിട്ടുന്നില്ലെന്ന് അവരിപ്പോഴല്ലേ പറഞ്ഞേ. പിന്നെ എങ്ങനെ അവരെ കൊണ്ട് പണം ഉണ്ടാക്കാൻ സാധിക്കും? മോമോ അയാസെ പറയുന്നതാണ് ശരി. എനിക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. കെൻട കാക്കുര, നിങ്ങൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ എന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾ ചെയ്ത സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ ആ ഏലിയൻ അവിടെ നിന്നും പോകുന്നു. ഹേയ്, രക്ഷപ്പെടാൻ ശ്രമിക്കുവാണോ? നിന്റെ ബ്ലഡിന്റെ സ്മെൽ എന്നെ കൊണ്ട് സഹിക്കാൻ സാധിക്കുന്നില്ല. ഹേയ്, അവരുടെ സങ്കടമെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ പറയുന്നേ? മിണ്ടാണ്ടിരിക്കടാ. ഇവന്റെ ഈ സ്മെൽ വളരെയധികം ഡിഫറെന്റ് ആണ്. നേരത്തെ നിന്റെ ബ്ലഡിന്റെ കളർ ഞാൻ കണ്ടിരുന്നു. അത് വെള്ളയാണ്. അതിന്റെ ആ സ്മെൽ എനിക്ക് മുൻപേ തന്നെ അറിയാവുന്നതാണ്. സോ ആ സ്മെല്ലിന് സിമിലർ ആയിട്ടുള്ള ആ സാധനം കൊടുന്നു കൊടുക്കുവാണ് ആ മുത്തശ്ശി. സോ അത് മറ്റൊന്നും ആയിരുന്നില്ല, നല്ല ഫ്രഷ് കൗ മിൽക്ക് ആയിരുന്നു. അങ്ങനെ അത് കുടിച്ചു നോക്കിയാ ആ ഏലിയന് അത് രണ്ടും സെയിം ആണെന്ന് മനസ്സിലാകുന്നു. എന്നാ ഇത് കണ്ട് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ എന്ത് നടക്കുന്നേ? പാലൊരു തുണി ഉപയോഗിച്ച് തുടച്ചാൽ ആ തുണിക്ക് എന്ത് സ്മെല്ലാണോ അതായിരുന്നു അവന്റെ ബാൻഡേജിന്റെ സ്മെൽ. സോ അപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. കാപ്പയുടെ രക്തവും പാലും ഒന്നാണ്. ഡോവർ ഡീമന്റെ ബ്ലഡ് മിൽക്കാണോ? പക്ഷെ ഇതിന് കുറച്ച് തിക്നെസ് കുറവാ.
അതെ, അത് വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്താൽ മാത്രമേ മനുഷ്യരെ കൊണ്ട് കുടിക്കാൻ സാധിക്കൂ. എനിക്കറിയാവുന്ന ഒരു ഫാർമറോട് നിനക്കൊരു പശുവിനെ തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നീ നിന്റെ കുട്ടിയെ രക്ഷിക്കുക എന്ന് മുത്തശ്ശി അവനോട് പറയുന്നു. ഇത് കേട്ട് അവനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ സ്നേഹം കണ്ട് അവൻ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെ അന്ന് രാത്രി ഒരു പശുവിനെയും കൊണ്ട് അവൻ അവന്റെ ലോകത്തോട്ട് പോവാണ്. ഒരുപാട് നന്ദിയുണ്ട് ഗായ്സ്, നിങ്ങളുടെ ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു സിഗ്നൽ തന്നാ മതി, അടുത്ത നിമിഷം ഞാൻ അവിടെ ഉണ്ടായിരിക്കും. സോ സൂക്ഷിച്ചു പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവരും അവനെ യാത്രയാക്കുന്നു. ഹേയ് മുത്തശ്ശി, ഏലിയൻസ് ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഹേയ് ഇല്ല, അത് ഏലിയൻ ഒന്നുമല്ല, അത് വെറൊരു കപ്പയാ. ഹേയ് ഓക്കറൂൺ, അവൾ പറയുന്നത് കേട്ടോ? ഈ കപ്പയും ഏലിയൻസ് ഒന്നാണെന്ന് ഒരു തിയറി തന്നെ ഉണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് പുതിയ യൂണിഫോമിന് വേണ്ടി മുത്തശ്ശിയുടെ കാല് പിടിക്കുന്ന അവരെ 3 പേരെയുമാണ്. ഓക്കറോണും ഐറയ്ക്കും മാത്രമേ ഞാൻ പുതിയ യൂണിഫോം മേടിച്ചു കൊടുക്കൂ. ഇത് കേട്ട് അയാസയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇന്നലെ വന്ന ഇവർക്ക് 2 പേർക്കും മേടിച്ചു കൊടുക്കും. നിങ്ങളുടെ പേരക്കുട്ടിയായ എനിക്ക് എന്തുകൊണ്ട് മേടിച്ചു തരുന്നില്ല? ശരി, നിനക്ക് മേടിച്ചു തരണമെങ്കിൽ നിന്റെ മുടി ഇത് ഉപയോഗിച്ച് കെട്ട്. ഹേയ് ഇല്ല, ഒരിക്കലും ഇല്ല. നിനക്ക് പുതിയ യൂണിഫോം വേണമെങ്കിൽ നീ മുടി കെട്ടിയേ പറ്റൂ. ഈ മുടി കെട്ടിവെച്ചാൽ ശരിക്കും നീ വേറെ ലെവലായിരിക്കും. സോ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അയാസ് ആ മുടി കെട്ടുന്നു. അവളുടെ കോലം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ഐറ. അങ്ങനെ അവർ 3 പേരും അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. ഇതേ ഗെറ്റപ്പിൽ പോയി വന്നതാരാണെന്ന് പോയി നോക്ക് എന്ന് പറയുവാണ് മുത്തശ്ശി. സ്കൂളിൽ പോലും എന്നെ ആരും ഇതുപോലെ ബുള്ളിങ് ചെയ്തിട്ടില്ല. സോ ഡോറ് തുറക്കുന്ന അയാസി കാണുന്നത് ഒരു പയ്യനെയാണ്. ഹേയ് മോമോ, നിനക്ക് എന്ത് പറ്റി? ഹേയ് ജീജി, ഹേയ് ജീജി, നീയോ? അകത്തോട്ട് വാ. നിന്നെ പറ്റി നിന്റെ അമ്മ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാരാ എന്ന് ചോദിക്കാണ് ഓക്കറോൺ. ഇത് മോമോയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്. ശരിക്കും പറയുവാണെങ്കിൽ അവളുടെ ഫസ്റ്റ് ലവ്. ഇത് കേട്ട് തകർന്നു പോവാണ് ഓക്കറോൺ. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.